Hey everyone, welcome back to Design Your Dreams. ഇന്ന് നമ്മളൊരു കഫ്താനാണ് ചെയ്യുന്നത്. ഇത് 2.5 meters ക്ലോത്ത് ഉണ്ട്. അതിനെ ലെങ്ത് വൈസിൽ ഹാഫായിട്ട് മടക്കി ഒരു 2 inch എക്സ്ട്രാ ബാക്ക് പാറ്റേൺ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന പാറ്റേൺ എൻ്റെ ബേസിക് ബോഡീസ് പാറ്റേണിൽ നിന്നും ഡാർട്ട് റിമൂവ് ചെയ്ത പാറ്റേൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലെങ്ത് വൈസ് ഫോൾഡ് ചെയ്ത ഫാബ്രിക്കിനെ ഇത് ബാക്ക് പാറ്റേണിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ സെൻറ്ററിൽ നോച്ച് കൊടുത്തിട്ട് നമ്മുടെ പാറ്റേൺ ഇതുപോലെ സ്റ്റേബിളായിട്ട് വെച്ചിട്ട് ഒരു 1/2 inch സീം അലവൻസാണ് ഞാൻ ഷോൾഡറിൽ കൊടുക്കുന്നത്. റൂളർ വെച്ച് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങേയറ്റം വരെ മാർക്ക് ചെയ്യുക. നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ ഒരു 1/2 inch ഷോൾഡറിൽ നിന്നും റിമൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡെപ്തും 1/2 inch മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ 2 മാർക്കുകളെ കൂടെ കൂട്ടി നെക്ക് ഷേപ്പ് മാർക്ക് ചെയ്യും. സൈഡ് സീമ് അണ്ടർ ആം ഹോൾ പോയിൻറ്റിൻ്റെ അവിടെ നിന്നിട്ടാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. റൂളർ വെച്ചിട്ട് ഇതുപോലെ വരച്ചിട്ട് ഒരു എലൈൻ ഷേപ്പ് പോലെ താഴേക്ക് കൊടുക്കുന്നു. നമ്മൾ മാർക്ക് ചെയ്ത ലൈനിൽ കൂടി പിന്ന് ഇതുപോലെ ലൈനായിട്ട് വയ്ക്കുക. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലും ആ മാർക്കിങ് വരും. നമുക്ക് അത് ആ പിൻ്റെ ഇതിൽ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും, ലൈൻ വരയ്ക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് റോങ് സൈഡിലല്ല ഈ ഫാബ്രിക് കട്ട് ചെയ്യുന്നത്, റൈറ്റ് സൈഡാണ് പുറത്ത് കാണത്തക്ക വിധം വയ്ക്കേണ്ടത്. ഓപ്പോസിറ്റ് സൈഡിലും ഞാൻ ആ സൈഡ് സെയിം ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. അതിൻ്റെ ബോട്ടം പാർട്ട് വരുമ്പോൾ സ്ലിറ്റിന് വേണ്ടി കുറച്ച് സ്പേസ് ഇട്ടിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് പാറ്റേൺ കട്ട് ചെയ്യാം. ഇത് എംബ്രോയ്ഡേഡ് ക്ലോത്ത് ആണ്. അപ്പം മാർക്ക് ചെയ്യാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. സ്റ്റിൽ എനിക്കത് കാണാം, ലൈൻ വരയ്ക്കുന്നത് കാണാം. അതും സെയിം ഇതുപോലെ വരയ്ക്കുന്നു. എക്സാക്ട്ലി ഒരുപോലെ ആവണമെന്നില്ല, പക്ഷേ നമുക്കിത് വരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ബോത്ത് സൈഡ്സിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മാർക്കിംഗ് വെച്ചിട്ട് നമുക്ക് ഈക്വലായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് പാറ്റേണും ഇതുപോലെ തന്നെ പിൻ ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ മാർക്ക് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഷോൾഡറിലും 1/2 inch സീം അലവൻസ് കൊടുത്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ലൈന് അറ്റം വരെ വരയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇൻ്റർഫേസിങ് ക്ലോത്ത് എടുക്കുക. ഫ്രണ്ട് പാറ്റേൺ തന്നെ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ സ്പേസ് ഇട്ടിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട്. ഒരു മാർജിൻ അവിടെ കൊടുക്കുന്നു. അല്ല, അതിൻ്റെ ഒരു മാർജിനായിട്ട് നമുക്ക് കൂട്ടാം. എന്നിട്ട് സെൻറ്റർ ഫ്രണ്ട് നെക്കിൻ്റെ താഴേക്ക് ഒരു 3 ഇഞ്ചാണ് ഞാൻ ഡെപ്ത് എടുക്കുന്നത്. അവിടെ ഒരു മാർക്ക് ചെയ്യുന്നു. ഇനി ഷോൾഡർ സീമിന് വേണ്ടിയിട്ട് പാറ്റേൺ വെച്ചിട്ട് ഒരു 1/2 inch അക്രോസ് മാർക്ക് ചെയ്യും. ഒരു 1/2 inch നെക്ക് വിട്ട് ഞാൻ ബാക്ക് പാറ്റേൺ കൊടുത്ത പോലെ തന്നെ ഇതിനും കൊടുത്തിട്ടുണ്ട്. അതാണ് ആ മാർക്ക് ചെയ്തത്. ഇനി ഒരു വി ഷേപ്പ് വരയ്ക്കാൻ വേണ്ടി ആദ്യം മാർക്ക് ചെയ്ത ഇവിടെ നിന്നും താഴേക്ക് 3 ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്തു. അതിനുശേഷം 1/2 inch നെക്ക് വിട്ടിരുന്നു, വീണ്ടും താഴേക്ക് വരച്ചു. അതിനുശേഷം ഒരു കേർവ് ആയിട്ടുള്ള വി ഷേപ്പാണ് കൊടുക്കുന്നത്. ആദ്യത്തെ 3 inch സ്പോട്ടിലേക്ക് നമ്മൾ
റൗണ്ടായിട്ട് വരച്ചെത്തി. അപ്പോൾ നെക്ക് ഡെപ്ത് എപ്പോഴും 3 ഇഞ്ച് തന്നെയായിരിക്കും, അത് വ്യത്യാസം വരുന്നില്ല ഇതിങ്ങനെ ചെയ്യുമ്പോൾ. എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നു. കട്ട് ചെയ്യുമ്പോൾ പിൻ ചെയ്ത് സ്റ്റേബിളാക്കി നിർത്തിയിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നല്ല ടൈറ്റായിട്ട് ഇവിടെ കൈവച്ച് അനങ്ങാതെ പിടിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അത് ഷേപ്പ് വ്യത്യാസം ഉണ്ടാകും. ഒരു പീസ് ഓഫ് ക്ലോത്ത് എടുത്ത് ഷൈനി ആയിട്ടുള്ള സൈഡ് നമ്മൾ അതിൽ അയൺ ചെയ്ത് വെച്ചു. അതിൻ്റെ സെൻറ്റർ പോയിൻറ്റ് മാർക്ക് ചെയ്യുന്നു. ഇതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് നമുക്ക് മടക്കി അയൺ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. ഈ നെക്ക് ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടി, അതായത് നമ്മൾ ഇങ്ങനെ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡും മെയിൻ ഫാബ്രിക്കിൻ്റെ റൈറ്റ് സൈഡും കൂടി മാച്ച് ചെയ്ത് വെച്ചിട്ട് ആ നോച്ചസ് തമ്മിൽ മാച്ച് ചെയ്ത് സ്ട്രെയിറ്റ് ആണെന്ന് ഉറപ്പാക്കിയിട്ട് പിൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ നെക്ക് ഷേപ്പിൽ കൂടെ ലെഫ്റ്റിൽ നിന്ന് തയ്ച്ച് വരുന്നു. ആ വീടെ താഴത്തെ പോയിന്റ് വരുമ്പോൾ നീഡിലവിടെ ഇറക്കി വെച്ചിട്ട് പ്രഷർ ഫുട്ട് ലിഫ്റ്റ് ചെയ്ത് വേണം നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ. അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ആ നെക്ക് ഷേപ്പ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെറിയ ചെറിയ സ്ലിറ്റ് കൊടുക്കുന്ന സൈഡിൽ കൂടി, അത് മറിച്ച് തിരിച്ചിടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒട്ടും പിടുത്തമില്ലാതെ വളരെ സ്മൂത്തായിട്ട് നമുക്കത് തിരിച്ചിടാൻ പറ്റും. ഇങ്ങനെ ചെറിയ നോച്ച് കൊടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് അയൺ ചെയ്യുക. എന്നിട്ട് ആ റോ എഡ്ജസ് എല്ലാം കൂടി അതിന് അടിയിൽ വരത്തക്ക വിധം ഒരു അണ്ടർ സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം അയൺ ചെയ്ത് ഇതുപോലെ നമുക്ക് അകത്തേക്ക് മറിച്ചിടാം. ഇനി ബാക്ക് നെക്കിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഒരു 1.5 ഇഞ്ച് വിട്ടുള്ള ഒരു ബയാസ് ടേപ്പാണ് എടുത്തിരിക്കുന്നത്. അതിന് റൈറ്റ് സൈഡിൽ നിന്നും വെച്ചിട്ട് തയ്ച്ച് അകത്തേക്ക് നമുക്ക് മറിച്ചിടാം. 2 പീസിനെയും നെക്കുകൾ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഷോൾഡർ ഇതുപോലെ ജോയിൻ ചെയ്ത് വെച്ചിട്ട് ബയാസ് ടേപ്പിനെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വയ്ക്കുന്നു. എന്നിട്ട് ഷോൾഡർ തയ്ച്ച് കഴിയുമ്പോൾ ഇതുപോലെ നീറ്റായിട്ട് നമുക്ക് കാണാം. ഇനി നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ റൈറ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ തയ്ക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ മാർക്ക് ചെയ്ത് അതിനെ ഫ്ലാറ്റായിട്ട് ഇട്ട് 2 സൈഡും ഒരുപോലെ പിൻ ചെയ്തിട്ട് വേണം ലെവലാണെന്ന് ഉറപ്പാക്കാൻ, അല്ലെങ്കിൽ അത് വ്യത്യാസം വരും. അത് നമ്മൾ മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ സ്ട്രെയിറ്റ് ഇതുപോലെ തയ്ച്ച് തരിക. എന്നിട്ട് സ്ലിറ്റ് പോയിന്റ് മാർക്ക് ചെയ്തിരിക്കുന്ന അവിടെ കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്യണം. ഞാനിതിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ 4 സൈഡിൽ നിന്നും പിൻ ചെയ്ത് സ്റ്റേബിൾ ആക്കിയിട്ടുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് ഫിനിഷായി. ഇനി ഇതിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്ത് നീറ്റ് ആക്കുക എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ എഡ്ജ് ഫിനിഷ് ചെയ്യുന്ന എൻ്റെ ഒരു ഫേവറേറ്റ് മെത്തേഡാണ് കാണിക്കുന്നത്. ഫ്ലോവി ആയിട്ടുള്ള എന്ത് ഫാബ്രിക് യൂസ് ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ അടിവശം മടക്കി അടിക്കുമ്പോൾ ഈ മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നിയാൽ
ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഐ അപ്രീഷിയേറ്റ് യുവർ വാല്യുബിൾ കമൻറ്റ്സ്. നെക്കെല്ലാം നല്ല നീറ്റായിട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടി ഫ്രിഞ്ച് എല്ലാം ട്രിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു ഫോൾഡ് ചെയ്ത് ഒരു 1 മില്ലിമീറ്റർ സ്റ്റിച്ച് ഇട്ടിട്ട് ഇതുപോലെ ഫുൾ റൗണ്ട് തയ്ച്ച് വരുന്നു. അതിനുശേഷം ഒരു ഷാർപ്പായിട്ടുള്ള ചെറിയ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് വേണം അതിൻ്റെ എക്സ്ട്രാ ഉള്ള ഭാഗം ഫുള്ള് ട്രിം ഓഫ് ചെയ്യാൻ. എന്നിട്ട് ഒന്നുകൂടി ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്താൽ നല്ല നീറ്റ് ഫിനിഷിംഗ് ആയിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാപ്പി സോവിങ്.